എഡങ്ങാറായിന്. ഇന്നലെ ഒരു സക്കാഫി വന്നിട്ട് പറയുന്നുണ്ട്, ഈ മൂന്നെണ്ണത്തിനെ കൊണ്ടുള്ള ഒരു ശല്യം ചില്ലറൊന്നുമല്ല. ഈ മൂന്നെണ്ണത്തിനെ തൂക്കിക്കൊല്ലാൻ വല്ല വകുപ്പുണ്ടോ എന്നാ ചോദിക്കണം. എവിടെ എത്തി നിങ്ങൾ? അടുപ്പും കല്ലിൽ വേവിച്ചിങ്ങനെ എടുത്തപ്പോ ഒരൊറ്റ ഒന്നില്ലാതെ ഉള്ളു കലങ്ങിപ്പോയിട്ടുണ്ട്. ഇത് ചോദിക്കേണ്ട അവസ്ഥ ഏത് ആളുകളല്ല, വലിയ സഖാഫിമാര് വന്നാ ചോദിക്കണ്, ഇവരെ കൊണ്ടുള്ള ശല്യം ചില്ലറയല്ല, നിങ്ങളുടെ മുഴുവൻ അകങ്ങളിലും ഞങ്ങൾ കയറി ചെന്ന് നിങ്ങളുടെ ബിദ്അഈ വാദങ്ങൾ പുറത്തു വലിച്ചിട്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അത് പുറത്തേക്കിട്ട് നിങ്ങളിവിടെ മതപരമായും ദീനീപരമായും ഒന്നുമല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മതത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണോ നിങ്ങൾ മെയിൻ ചെയ്യാൻ ഞങ്ങളെ പുറത്താക്കിയതല്ല. നിങ്ങളെന്തോ പറഞ്ഞോ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ്. ഏടെ ഇനി പ്രശ്നം വല്ലതും ബാക്കിയുണ്ടോ? അയാളെ സംസാരം ഒന്ന് ജസ്റ്റ് വെച്ചു കൊടുക്ക്. അല്ല മജീദ്, ഈ നിമിഷപ്പേട്ടവിടെ നിൽക്കട്ടെ, ഈ മൂന്നെണ്ണത്തിനെ തൂക്കിലേറ്റാൻ വല്ല വകുപ്പുണ്ടോ? അല്ലാതെ ചോദിച്ച എന്തൊരു ശല്യാണ് റേറ്റുകളെ കൊണ്ട് സമൂഹത്തില്. ഇമാതിരി ശല്യം ഈ ദുനിയാവില് വേറെ ഉണ്ടാവൂല. എല്ലാ നന്മനും മുടക്കുക, കുത്തിത്തിരിപ്പും ഫസാദും ഉണ്ടാക്കുക. ഇറ്റങ്ങളെ തൂക്കിലേറ്റാൻ വല്ല വകുപ്പുണ്ടോ? ഇന്ത്യൻ നിയമത്തിൽ എന്തെങ്കിലും വകുപ്പുണ്ട് ഇറ്റങ്ങളെ മൂവിനെ തൂക്കിലേറ്റാൻ? ഒരട്ടം പോരാ, ഒരു 10 വട്ടം ഏറ്റവും ചുരുങ്ങിയ തൂക്കിലേറ്റണം. നടക്കുവോ? വല്ല തൂക്കിലേറ്റിയാ പിന്നെയും തൂക്കിലേറ്റണമെന്ന്, ശിക്ഷ മാറ്റിവെച്ചാ പിന്നെയും മാറ്റി വെക്കണം. കണ്ടില്ല നിങ്ങൾ ആശ? നമ്മൾ എന്തിനാ കൂടുതല്? പല സംഭവമുണ്ട്. 30,000 30 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ 3 എണ്ണം പോരെ. എന്നിട്ട് തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോന്നാണ്. തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോന്ന് അന്വേഷിക്കുന്ന സഖാഫിമാരെ, നിങ്ങളുടെ പിഴച്ച ആദർശത്തെ ഞങ്ങൾ ജനകീയമായി തൂക്കിലേറ്റുകയാണ്. തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മറുപടി ഉണ്ടെങ്കിൽ പറയും. എന്താ സംഭവം എന്നറിയോ? എല്ലാ നിലക്കും ഇമേജ് തകർന്നപ്പോഴാണ് യമനിൽ നിന്നൊരു കേസ് കിട്ടിയത്. അതിൻ്റെ പേരിൽ കയറിയിട്ട് ഇമേജ് ഉണ്ടാക്കി നേരെ കേരള യാത്ര നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇടങ്കോലിട്ട് വന്നത്. കള്ളത്തരം പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരല്ലേ നമ്മൾ. അതോട്